പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. നിങ്ങൾ ആഴമായി സ്നേഹിച്ചു, എൻ കുറവുകളേതുമേ സഹിച്ചു. എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു, എൻ കുറവുകളേതുമേ സഹിച്ചു. ഞാൻ മൂലം നിങ്ങൾ
നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു
പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ, പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പ്രിയമോടെന്നെ ഓർത്തിടണമേ. കർത്താവേ, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണല്ലോ, ഏറിയാൽ 80 വർഷമുണ്ടാകും. അതിൽ വലിയൊരു ഭാഗം അധ്വാനവും സങ്കടവുമായി കഴിയുന്നു. ഹൃദയവിജ്ഞാനം പ്രാപിക്കുവാനായി
ഞങ്ങളുടെ ആയുസ്സിന്റെ ഹ്രസ്വത ഞങ്ങൾക്ക് മനസ്സിലാക്കി തരേണമേ. ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകുമാറാകട്ടെ. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും, താളം പിടിക്കും മാലാഖമാരും, തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും, തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും, പുഴക്കടലിൽ ചേരും പോൽ. മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും, ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ.
ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണം. ചാട്ടവാർ അടിയേറ്റപ്പോൾ സിദ്ധ യേശുവിന്റെ തിരക്കമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണം. ഭാരമേറിയ കുരിശ് തോളിൽ വെച്ചപ്പോൾ ഒഴിയ യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണമേ. വേറൊരുക്കായുടെ തൂവാലയിൽ ഒപ്പിയെടുത്ത യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണം. തിരുത്തോളിൽ കൂടെ ഒഴിയ യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണം. തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സിദ്ധ യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണം. കാവിലത്തായിൽ കുരിശിൽ ചൊരിഞ്ഞ യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണം. ആണികൾ അടിച്ച് കയറ്റിയപ്പോൾ ചൊരിഞ്ഞ യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണം. കുറ്റത്താൽ തിരകതെ കുത്തി തുറക്കപ്പെട്ടപ്പോൾ ചുറ്റ യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണം. പരിശുദ്ധ അമ്മയുടെ തിരുവസ്ത്രത്തിൽ ചൊരിഞ്ഞ യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണം. സകല മനുഷ്യരുടെയും മോചനമായ യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണം. പാപങ്ങൾ കഴുകുന്ന യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യും. സാത്താന്റെ കോട്ടകളെയും ബന്ധനങ്ങളെയും തകർക്കുന്ന യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും സാത്താന്റെ ആധിപത്യത്തിൽ നിന്നും വീണ്ടെടുക്കുന്ന യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും സാത്താന്റെ കുടിലെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണം. ഒരിക്കലും വിലമതിക്കാത്ത യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കുടുംബങ്ങളുടെയും രക്ഷയായ യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദര ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും സകല ബലിപീഠത്തിലും സിദ്ധപ്പെടുന്ന യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരയുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും തിരുവോസ്തിയിലൂടെ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകുന്ന യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ സഹോദരയുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മുറിവുകൾ ഉടക്കുന്ന യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളുടെ ഈ ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ
സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീഥിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖ ദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലി എന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ, ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ, വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാ കടപ്പാടുകൾ. നിങ്ങളൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എൻ്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എൻ്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻപങ്ങ് വാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്തു നൊന്തു നീറേണ്ടൻ പ്രിയരേ, സ്വർഗസിയോനിൽ ഞാനിനിയൊരു സുന്ദര സൂനമാകട്ടെ. സ്വർഗതാതന്റെ നീതിഭൂവിലെ വാസകാലം അഗ്രാഹ്യമാ. പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പൊന്നു മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. പൊന്നു മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. മക്കൾ പോലും മറന്നല്ലോ
ജ്ഞാനമേകി വളർത്തിയ ഗുരു ഭൂതരെ വിട ചൊല്ലുന്നു. നല്ല മാതൃകയാലെ നൽകിയ ബോധനം മറക്കില്ല ഞാൻ. എൻ്റെ ഭാഗത്തുനിന്നെപ്പോഴെങ്കിലും നിന്ന വന്നെങ്കിൽ പൊറുക്കണേ. പൂക്കളേന്തിയൻ അന്ത്യയാത്രയിൽ നിങ്ങളും വന്നു കൂടണേ. വിടചൊല്ലുന്നെൻ്റെ വീടിനോടുമെൻ നല്ലൊരാമയൽക്കാരോടും എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം. എന്നെയോർത്തിനി കേഴല്ലേ മേലിൽ താണുമങ്ങല്ലേ പ്രത്യാശ. ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന്. പുനരുത്ഥാനവും ജീവനുമാം നാഥൻ എന്നെ തേടി വരുന്നിതാ. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്മൂടി കർത്തൻ നീട്ടുന്നേർക്കായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി.
കർത്താവേ, കരയുന്നതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നിന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ. കർത്താവേ, ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാ പുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കുമാമേ. തെളിവായ എന്നുടെ നാഥാ, നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. പിതാവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഉന്നത നൃപനാം മിശിഹാനാഥാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു. കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. ഉള്ളിലാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷ
രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനെ അർപ്പിച്ച കർത്താവേ, ആശുദ്ധം അഭിനയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിർദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാന്യമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. സ്ഥലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷകരായി കബറിടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെ വേദനിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ എന്റെ പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീതാനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ എന്റെ പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കും. എത്രനാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം. എത്രനാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ ജീവനെനിക്കു
പകർന്നു വനം ഭാഗമണച്ചു നിറു മരണം മൂലം ഈ ലോകത്തിലെ യാത്രയായിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയുടെ യാത്രയാക്കുകയാണ്. ഈ ലോക ജീവിതത്തിനായിരുന്നപ്പോൾ ഒരു മനുഷ്യന്റെ ബലഹീനത എന്ന നിലയിൽ അറിഞ്ഞുമറിയാതെ ചെയ്തു പോയ തെറ്റുകളെല്ലാം ക്ഷമിച്ചു പുറത്ത് കർത്താവിന്റെ തിരുസമയിലായിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിൽ വേദനയ്ക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ബസിലിക്ക സമൂഹ സമൂഹത്തിന്റെ പേരിലുള്ള എല്ലാവിധ അനുശോചനങ്ങളും ഏറ്റവും സ്നേഹത്തോടുകൂടി അറിയിക്കുന്നതിനാണ്. തിരുക്രമങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏതാനും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ ഇടയ്ക്ക് അനാവശ്യമായ കാര്യം സംസാരിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുകയും സൈലന്റ് മോഡിലായി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭവനത്തിൻ്റെ തിരുക്രമങ്ങൾക്കും വചന സന്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട ചാക്കോച്ചനാണ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ കൂട്ടി ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ അമ്മച്ചിലൂടെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിനും നമ്മുടെ നാടിനും സഭയ്ക്കും സമൂഹത്തിനും ചുരുങ്ങിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈ അമ്മച്ചിയിൽ നമുക്ക് യാത്രയാക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുദപിക്കുന്ന ഭാവികളുടെ നിസ്സംഗീതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിനിധിനെ ആശീർവദിക്കണമേ. ഈ ജലധാതനങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പൽക്കൊടിതുല്യമാകുന്നു. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവരെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ സമാധാനത്തോടുകൂടെ മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങൾ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ നിങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവരെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരവുമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അത് ആർക്കു വേണ്ടിയാണെന്ന്
അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ സമാധാനത്തോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മനോവിധേയരാക്കുകയും ദയാധികതാൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മനത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ പാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. ആശ്രയമഖിലമണയ്ക്കുന്നു മറ്റിനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുണകർവീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന് ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജയം പ്രസംഗിക്കുന്നു വാക്യങ്ങൾ ശാന്തിനും മത്തിര പുടരുന്നു. ക്ഷേമുള്ള രക്ഷീനാകും മത്യദേവം സകലേശൻ നിലകാന്തോരനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുമേ മഹിമയോടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിലനിർത്തണമേ. നല്ലവരത്വ വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം കർത്താവേ ആസ്വദിക്കണമേ. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരരെ, മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്കും കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യ യുഗത്തിൽ നിൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന്റെ ശേഷം എന്റെ വചനം കേൾക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. മിശിഹായേറ്റവും സ്നേഹിക്കപ്പെട്ട കുടുംബ ചേച്ചിയുടെ കുടുംബാംഗങ്ങളെ, ഇവിടെ ആയിരിക്കുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, 69 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് തമ്പുരാന്റെ ഹിതം അറിഞ്ഞുകൊണ്ട്
തൻ്റെ ജീവിതം നയിക്കുകയും നല്ലൊരു കുടുംബിനിയായിക്കൊണ്ട് 3 മക്കൾക്ക് ജന്മം നൽകി വിശ്വാസത്തിൽ ജീവിച്ച, മാതൃകയായി ജീവിച്ച ഒരു നല്ല അമ്മയുടെ മൃതസംസ്കാരത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഒരു കുടുംബിനി എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്താപൂർവ്വം നിർവഹിച്ചു. അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ കാര്യമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു പെണ്ണമ്മ ചേച്ചി. അതോടൊപ്പം തന്നെ ഇടവകയോട് ചേർന്നുകൊണ്ട് മാതൃജ്യോതിസിലും ദർശന സമൂഹത്തിൻ്റെയൊക്കെ ലീഡറായിക്കൊണ്ട് വിശ്വാസത്തിൽ നാമൊക്കെ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ച വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ക്യാൻസർ എന്ന രോഗത്തിന് എതിരെ പൊരുതി ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇതെല്ലാം കൂടെ സമ്യക്കായിട്ട് നമ്മൾ പറയുമ്പോൾ പൗലോസ് സ്നേഹയുടെ വാക്കുകളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. നന്നായിട്ട് പൊരുതി വിശ്വാസം കാത്ത് നന്നവാണം യുദ്ധം ചെയ്തുകൊണ്ടാണ് ചേച്ചി എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിൽ ജീവിച്ചത്. ലോകത്തിലേറെ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ ചേച്ചി വേർപിരിയുന്നത് എന്നൊരു സംശയമില്ല. വ്യക്തികൾ മരിക്കും, എന്നാൽ അവർ അവശേഷിപ്പിക്കുന്ന ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല. ഈ ലോകത്തിൽ നാം അവശേഷിപ്പിക്കുന്ന തിരിശേഷിപ്പാണ് ഓർമ്മകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മക്കൾക്ക്, ജീവിത പങ്കാളിക്കൊക്കെ എന്നും നല്ലൊരു തിരിശേഷിപ്പ് നൽകിക്കൊണ്ടാണ്, നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് ചേച്ചി ഈ ലോകത്തിലേക്ക് കടന്നു പോകുന്നത്. നമ്മൾ ബൈബിള് വായിക്കുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയിലാണ് പെണ്ണമ്മ ചേച്ചി. ഈ നിമിഷം നമുക്ക് പെണ്ണമ്മ ചേച്ചിയെ നന്ദിപൂർവ്വം ഓർക്കാം. കാരണം ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം ഒരു തണലായിട്ട് ജീവിച്ച, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട്, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് കടന്നുപോയ ഒരു വ്യക്തിത്വം. അതുകൊണ്ട് ചേച്ചി പറയുകയാണ് ഇന്ന് നമ്മളോട്, എൻ്റെ കർത്താവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഭൂമിയിൽ പെണ്ണമ്മ ചേച്ചി ഏൽപ്പിച്ച ജോലികളെല്ലാം എനിക്ക് വിശ്വസ്താപൂർവം പൂർത്തിയാക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. 69 വർഷം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് നാളുകൂടെയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മക്കളും ജീവിത പങ്കാളിയും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സംശയമില്ല. 69 വയസ്സ് എന്ന് പറയുന്നത് വലിയ വയസ്സൊന്നുമില്ല. എങ്കിലും എത്ര കാലം ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു, മനുഷ്യർക്ക് എത്രമാനം നന്മ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നാൽ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. അപ്പോൾ ദൈവം പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ഏറ്റവും വലിയ അടയാളമാണ് തൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്നുള്ളത്. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ മനുഷ്യരെയും സ്നേഹിക്കുന്നവരാണ്. മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ് ദൈവത്തെ സ്നേഹിക്കുന്നത് എന്നതിന്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും സ്നേഹിച്ച് കടന്നുപോയ ഈ ചേച്ചി നമുക്ക് മാതൃകയാകട്ടെ. എങ്ങനെയാണ് ഒരു കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നല്ലൊരു അയൽക്കാരിയായിട്ട് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തിയായിട്ട് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തന്ന ചേച്ചി തീർച്ചയായിട്ടും യേശുവിൻ്റെ സന്നിധിയിൽ വലതുവശത്ത് ഇന്ന് ഉപവിഷ്ട ആണ് എന്നതിൽ സംശയമില്ല. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്ത ഈശോ തീർച്ചയായിട്ടും നിത്യസമ്മാനം നൽകി ചേച്ചിയെ അനുഗ്രഹിക്കും. മരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇങ്ങനെ തിരിച്ചെഴുതുകയാണ് അല്ലെങ്കിൽ രണം. ഈ ലോകത്തോടുള്ള യുദ്ധം
മതി നിർത്തിയതാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ദിവംഗതയായി എന്ന് പറയുന്നു. സ്വർഗത്തിലേക്ക് ദിവംഗത എന്ന് പറയുന്നത് ദിവ്യ എന്ന വാക്കിൻ്റെ അർത്ഥം സ്വർഗം എന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് യാത്രയാകുകയാണ്. നമുക്ക് സന്തോഷപൂർവ്വം ചേച്ചി നമുക്ക് യാത്രയാക്കാം. ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ പാപങ്ങളും കുറവുകളുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് ദൈവം തനിക്ക് നീതിമാന്മാർക്കായി നീക്കി വെച്ചിരിക്കുന്ന സ്വർഗരാജ്യം നൽകി ചേച്ചിയെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഇടവക ജനത്തിന്റെ പേരിൽ, ഇവിടെയുള്ള അയൽപക്കക്കാരുടെ പേരിൽ എല്ലാവർക്കും ഈ കുടുംബത്തിനും ജീവിത പങ്കാളിക്കും മക്കൾക്കും എല്ലാം എല്ലാ അനുശോചനങ്ങൾ നേരിട്ടുകൊണ്ട് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവരും കർത്താവേ ആത്മാവിനോട് കരുണ പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ കൽപ്പനയാളിയിലും കൊണ്ടിട്ട് പുറപ്പെടുന്ന ആത്മാവിന് നിത്യാനത്തിന് തലമുറത്ത് സുരക്ഷിതമായിരിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ പ്രാർത്ഥിക്കുന്നു. അമൂല്യമായ രക്തം ചിന്തിയ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണതിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവത്താന വഴി മനുഷ്യവർഗത്തെ പ്രതീക്ഷയും ശരണവും പ്രധാനജനമിച്ചായി വിധത്തിന്റെ മുഖത്തിന് പ്രഭയാലി ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സർവരാജ്ഞ അവകാശമാക്കുകയും ചെയ്യണമെന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആശ്രയിക്കുവാൻ വേണ്ടി സ്ത്രീകളെ കരീനവളെ കുറിക്കുകയും അവരെ ആശ്രയിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയുമായ വിശുദ്ധായെ നിന്റെ ദാസർമാർക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവം അവിടുന്ന് വഴി പ്രവചിക്കുകയും എല്ലാ സൃഷ്ടികളുടെയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സുഖത്തിലിറങ്ങി പ്രസിദ്ധാത്മാവിനാൽ സ്ത്രീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. കാലത്ത് സംസ്കരിക്കപ്പെടുകയും മൂന്നാം ദിവസം ചെയ്തു അവിടുന്ന് സുഖത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. മനുഷ്യനെ ജോലിക്കുന്നവരെ ഭരിക്കുവാൻ അവിടെ വരുവാനിരിക്കുന്നു. പിതാവിൽ പുറപ്പെടുന്ന സത്യാത്മാവിന്റെ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയെ വിശ്വസിക്കുന്നു. ചെയ്യുന്നു. ആമേൻ. നിന്റെ കരുണകളെ നിഗമിക്കുകയും നിന്റെ ദയാദിക്ക് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹിമമായ തൃത്വത്തിന് അനുഗ്രഹങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിനും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ശനിയായിൽ സോദരിമാരാ ഭർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം സോദരിമാരാം ഭർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. ജീവനുമുയരം ഞാനാകുന്നു. കരയൊരു ദേവം കരുണയുടന്തികമാർന്ന
അരികിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്ത് ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ യാതൊരുനായ കർത്താവ് ഈ ദിവസം നീതിയുടെ വഴിയിൽ എണീക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഭവനത്തിലെ ശുശ്രൂഷകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട അമ്മച്ചി ഭവനത്തോടെ യാത്ര പറഞ്ഞ് ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ദേവാലയത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഭവനം വാഹന സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. അവിടേക്ക് പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് വാഹനങ്ങളുള്ളവർ ആംബുലൻസ് ഏറ്റവും പുറകിലും ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം അതിൻ്റെ മുന്നിലായിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയിരിക്കാൻ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം പ്രകടമിടത്തിൽ പോകുന്നു ഞാൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന്
ഞാൻ സന്തോഷിച്ചു അണയുന്നീശോ ഒരാമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വളരും മൃതരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിലാനന്ദിക്കും അവയെക്കുറിച്ച് കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. ആദ്യം മുതൽ നീക്കും ഈശോനാഥ മരണവും ഉയരുന്നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടെ സഹോദരികൾ പ്രാർത്ഥിക്കാം. ചെയ്യുമ്പോൾ തന്നെ പ്രാർത്ഥനയാൽ ജീവന്റെ പുസ്തകത്തെയാൾ പേരിടുകയും തെരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിനെയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും സിദ്ധാന്തവുമായ സർവേശ്വരായ നീക്കും. വീണ്ടും ജീവിക്കുകയും മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും സിദ്ധാന്തവുമായ സർവേശ്വരായ നീക്കും. ദൈവത്തിന്റെ മഹിമയെ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസാവഴിയിൽ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ ആത്മാവിനെ പോഷിപ്പിക്കുകയും പരികുലാശകളാൽ ആത്മാവിന്റെ ഭാരം ചൊല്ലുകയും ചെയ്ത് പ്രിയപ്പെട്ട ദൈവാലയമേ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആറ്റുപാലകരുമായ പുരോഹിതരെ, ദൈവങ്ങളാൽ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളകത്ത് പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം നിങ്ങളോട് ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്ഞാവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും വിധരാക്കുകയും മനുഷ്യരുടെ വിചക്ഷരാക്കുകയും വാഴ്ത്തപ്പെട്ടവരാക്കുകയും ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്ന് പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പ്രവേശിപ്പിക്കണമേ. പരിപുഷ്ടവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന് രണ്ടാമത്തെ ആഗമനോത്സവം കേട്ടേക്ക് അവരുടെ നീ ബോധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. സ്വഭാവത്തിനെ തെളിക്കാൻ ഞാൻ നിർമ്മലനാകും. നിർമ്മലനേക്കാൾ ഉണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മനുഷ്യ നീ പടിയാകുന്നു, പടിയിലെ തന്നെ ഉടനെ ചെയ്ത ഭഗവതിനെ നാമനാ ദൈവം നിന്നെ അവസാന ഭാവം നൽകട്ടെ. യേശുദാസകൾ മറ്റുള്ളതിനെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ നീ പടിയാകുന്നു, പടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ.
നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപി നിങ്ങൾ എന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം
ഇനി മാറ്റി ഓർത്തതിയാളെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മിൽ വേർപെട്ട വിഷയയുടെ മോദത്തിൽ അനുഗമിക്കുകയും നമ്മുടെ സംസ്കാരത്തെ ഇയാളെ ബഹുമാനിക്കുന്ന നിങ്ങളെ ഒരു ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ക്രമ നിരന്തരം നിങ്ങൾ വസിക്കുക, അവിടുത്തെ കാരുണ്യം നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കോ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധി